മുഖ്യമന്ത്രിയെ കാണാൻ ആഗ്രഹമുണ്ട്. UDF അധികാരത്തിൽ താങ്കൾ പറയുന്നു. അങ്ങനെയാണെങ്കിൽ ജയിച്ചു വരുന്ന ഏതെങ്കിലും വേണ്ടിയെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി തീരുമാനിക്കുമോ താല്പര്യമുണ്ടോ? അത് ഞാൻ പറയേണ്ട ഒരു കാര്യമല്ലല്ലോ. ഇപ്പം ഇന്ന ആള് മുഖ്യമന്ത്രിയാവും, അദ്ദേഹം അങ്ങനെ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചത്. അതിപ്പം പല മീറ്റിങ്ങുകളും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ സ്ട്രെങ്ത് അദ്ദേഹത്തിന്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയണ്ടായി. അതൊരു കോൺഗ്രസിന്റെ ഒരു കാഴ്ചപ്പാട്, ഒരു വിഷൻ മുന്നോട്ട് വെച്ചതാണ്. ഇന്നല്ലെങ്കിൽ നാളെ അത് യാഥാർത്ഥ്യമാക്കാൻ താല്പര്യപ്പെടുന്ന ഒരു നേതൃത്വമാണ് രാഹുൽ ഗാന്ധിയുടെ ഉൾപ്പെടെ. അത് നടക്കേണ്ടതും നടക്കാവുന്നതുമായിട്ടുള്ള കാര്യമാണ്. ഈ ഇലക്ഷനിൽ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ളതും പറയാൻ ഞാൻ ഇൻകോമ്പിറ്റന്റ് ആണ്. ജയിക്കും എന്നുള്ളത് തീർച്ചയാണ്. അതിനപ്പുറത്തേക്കുള്ള സാഹചര്യങ്ങൾ പാർട്ടിയുടെ ഡിസ്കഷനിലൂടെയും ഡിസിഷനിലൂടെയും വരേണ്ട കാര്യങ്ങളാണ്. ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണങ്ങൾ നോക്കിയാൽ പൊളിറ്റിക്കൽ ഫൈറ്റ് എന്നതിനപ്പുറത്തേക്ക് പലപ്പോഴും ഒരു സമുദായത്തിന്റെ കളർ എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപിക്കുന്ന തരത്തിൽ വന്നു. അത് പേരാമ്പ്രയിൽ കുറച്ച് പ്രകടമായിട്ട് വന്നു. ഒരു അനൗൺസ്മെന്റ് വരുന്നു, അത് LDFന്റെ അനൗൺസ്മെന്റ് ആയിട്ട് വരുന്നു. അത് അവരുടെ തലവർ പറയുന്നു, UDFന്റെ പരാതി LDF തിരിച്ചു വരാൻ. അങ്ങനെ ഈ ഒപ്പം തന്നെ ഷാഫിയുടെ തെരഞ്ഞെടുപ്പ് രംഗത്തെ പ്രചാരണത്തെ ചൊല്ലിയും CPM-മായി ബന്ധപ്പെട്ട ആളുകളും പല ആളുകളും പലതരത്തിലുള്ള നരേറ്റീവ്സ് സൃഷ്ടിക്കുന്നു. രാഷ്ട്രീയം ഒരു സമുദായ കളർ കൊടുക്കാൻ ശ്രമിക്കുന്നത് കാണുന്നുണ്ടാവില്ല. എന്താ പറയുന്നത്? ഞാൻ KSU കൊടി പിടിച്ച് വളർന്നു വന്നിട്ടുള്ള ഒരാളാണ്. നിങ്ങളുടെ എല്ലാവരുടെയും കൺമുന്നിലൂടെ തന്നെയാണ് ഞാൻ പൊതുപ്രവർത്തനം നടത്തിയത്. ഞാൻ ഇവിടെ ക്രാഷ് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരാളല്ല. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇവിടെ ക്രാഷ് ലാൻഡ് ചെയ്തിട്ടുള്ള ഒരാളല്ല. ഞാൻ 2002 മുതൽ ഇപ്പം ഏതാണ്ട് 24 വർഷത്തോളമായിട്ട് KSU പ്രവർത്തനം തൊട്ട് തുടങ്ങി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരാളാണ്. അപ്പോൾ അർഹിക്കുന്ന ആളുകൾക്കും അർഹിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ പറയുന്ന പ്രചരണങ്ങൾ അത് എന്നെ സംബന്ധിച്ച് നടത്തുന്നവരുടെ ഉദ്ദേശം എന്താണെന്ന് കേരളത്തിലെ പൊതുസമൂഹവും തിരിച്ചറിയും. ഞാൻ ഈ പത്രസമ്മേളനത്തിൽ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യം, UDF ജയിക്കാൻ പോകുന്നത് ഏതെങ്കിലും ഒരു ജാതിയുടെ പേരിലോ ഒരു മതത്തിന്റെ പേരിലോ ഏതെങ്കിലും കമ്പാർട്ട്മെന്റുകളുടെ പേരിലോ ആയിരിക്കില്ല. കേരളം ഒന്നടങ്കം പിന്തുണക്കുന്നതിന്റെ പേരിലായിരിക്കും ഐക്യജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് വരാൻ പോകുന്നത്. അതിന്റെ തിളക്കം കുറക്കാനോ ആ ജനങ്ങളുടെ പിന്തുണയെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള വിഭാഗീയ ട്രെൻഡുകളിലേക്ക് ഒതുക്കാനോ ശ്രമിക്കുന്നവർ, അവരാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന വിഭാഗീയതയുടെ വക്താക്കൾ. അതിൽ ഒരു കാലത്തുമില്ലാത്ത വിധത്തിൽ CPM എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണിത്. അതിനും കൂടെ എതിരായിട്ടായിരിക്കും ഈ ജനവിധി വരുന്നത്. എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്തിട്ടായിരിക്കും UDF ജയിക്കുന്നത്. എല്ലാവരും ഒരുമിച്ച് വോട്ട് ചെയ്യുമ്പോൾ ജയിക്കുന്നത് UDF മാത്രമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, എല്ലാ വോട്ടുകളുടെയും ജനങ്ങളുടെ ഏകീകരണം സംസ്ഥാനത്ത് ഉണ്ടായിട്ടുണ്ട്. ന്യൂനപക്ഷ ഭൂരിപക്ഷ വ്യത്യാസമില്ലാതെ വോട്ടർമാർക്കിടയിലെ ജനങ്ങളുടെ ഏകീകരണം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാ ജില്ലയും പരിശോധിക്കുമ്പോൾ, റിസൾട്ട് പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. എല്ലാ ജില്ലകളിലും എല്ലാ വിഭാഗങ്ങളിലും പൊതുസമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ നിൽക്കുന്ന എല്ലാവരെയും അവരുടെ ആസ്പിറേഷൻസിനെ അഡ്രസ് ചെയ്യാൻ UDFന് സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിനെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയാണ് CPM ബോധപൂർവം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇപ്പൊ പേരാമ്പ്രയിൽ ഞങ്ങളുടേതല്ല എന്ന് അവർ പറഞ്ഞു എന്ന് പറഞ്ഞു. നിങ്ങൾ ആലോചിക്കുക, ഒരാളുടെ ടങ് സ്ലിപ്പ് അല്ല, പ്രസംഗത്തിൽ പറഞ്ഞു പോയൊരു വാചകമല്ല. ഒരു മാറ്റർ എഴുതി തയ്യാറാക്കി ആ മാറ്ററിന് ശബ്ദം കൊടുക്കേണ്ടത് ആരെന്ന് തീരുമാനിച്ചു അതിനൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോയിലേക്ക് അയച്ച് ആ റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ അത് റെക്കോർഡ് ചെയ്ത് അതിന്റെ കോപ്പി എടുത്ത് മുഴുവൻ അനൗൺസ്മെന്റ് വാഹനങ്ങളിലേക്കും കൊടുത്ത് അതിലെല്ലാത്തിലും അതിട്ട് പ്ലേ ചെയ്യുന്ന ഒരു സാധനം ഞങ്ങളുടേതല്ല എന്ന് പറയുന്ന ഒരു ആറ്റിറ്റ്യൂഡിനെ ഇനി കേരളത്തിലെ ജനങ്ങൾ അത്ര നിഷ്കളങ്കമായി കാണണം. വടകരയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും സമാനമായ ഇൻസിഡൻസ് ഉണ്ടായിട്ട് അവസാനം കോഴിക്കോട്ടെ മാധ്യമപ്രവർത്തകർക്കെങ്കിലും അറിയാൻ അവസാനം പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ അതിനെ തെറ്റുകാരായിട്ട് ചൂണ്ടിക്കാണിച്ചത് ആരെയാണ്? റിവേഷ് എന്ന് പറയുന്ന DYFI നേതാവിലല്ലേ അന്വേഷണം ചെന്ന് നിന്നത്? CPM എന്തെങ്കിലും റെസ്പോൺസിബിലിറ്റി ഇതുവരെ എടുത്തിട്ടുണ്ടോ? അപ്പോൾ തെരഞ്ഞെടുപ്പിന് ഈ കളർ കൊടുക്കാൻ മറ്റ് പല സംസ്ഥാനങ്ങളിലും, നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ BJP ഇത്തരത്തിലുള്ള ടെർമിനോളജി ഉപയോഗിക്കാറുണ്ട്. ഹിജാബ്, അത്തരത്തിലുള്ള പദങ്ങൾ, ജിഹാദ്, അത്തരത്തിലുള്ള പദങ്ങൾ ഉപയോഗിക്കാറുണ്ട്. കേരളത്തിലേക്ക് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ കാഫറും കൗമും ഒക്കെ CPMന്റെ തെരഞ്ഞെടുപ്പ് പദങ്ങളായി മാറുന്നത് ആ പാർട്ടി ഗൗരവത്തോടെ അതിന്റെ പ്രവർത്തകർ വിലയിരുത്തണം. അതാണോ അവരാഗ്രഹിക്കുന്ന CPM എന്ന് അതിന്റെ പ്രവർത്തകർ അതിന്റെ നേതൃത്വത്തോട് ചോദ്യങ്ങൾ ചോദിക്കാൻ തയ്യാറാവണം.
BJP പണമൊഴുക്കിയത് പാലക്കാട് നമ്മൾ കണ്ടു. പണമൊഴുക്കിയ BJP ആ വാർത്ത റിപ്പോർട്ട് ചെയ്തൊരു മാധ്യമ പ്രവർത്തകനെതിരെ നടത്തിയ ആക്രോശം നമ്മൾ കണ്ടതാണ്. ഇപ്പൊ മീഡിയ വണ്ണിന്റെ മാധ്യമ പ്രവർത്തകനെതിരെ നടത്തിയ ആക്രോശം നമ്മൾ കണ്ടതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, മറ്റെല്ലാ മാധ്യമങ്ങളും പറഞ്ഞല്ലോ ആദ്യം നിങ്ങളാണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. ആ BJP ലൈനിൽ കേരളത്തിലെ CPM പ്രതികരിക്കുകയാണ്. വാർത്ത കൊടുത്ത ആളിൽ ഞാൻ പണം കൊടുത്ത ആളെ ന്യായീകരിക്കുകയും അത് വാർത്ത കൊടുത്ത ആളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന BJP ശൈലി. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് അത്തരം ഡിവിസീവായിട്ടുള്ള കാര്യങ്ങളെ CPM ഉപയോഗിക്കുകയാണ്.